ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഡെക്കോർ എവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസും എല്ലാം ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ പഴനി പോകുന്നതിന് മുന്നെയാണ് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് മേടിക്കാനായിട്ട് ലുലുവിലേക്ക് പോയത് കേട്ടോ. പാളയത്തും പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പാളയത്ത് പോകാൻ പറ്റിയില്ല, ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ലുലുവിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം ബാക്കി ഐറ്റംസ് എല്ലാം ഓൺലൈനാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഈ ക്രിസ്മസ് എന്തായാലും കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്രിസ്മസിന് വേണ്ടിയിട്ട് മേടിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ലുലു ഹൈപ്പറിനകത്തുള്ള ക്രിസ്മസ് കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. അവിടെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പഴനി പോകുന്നതിന് മുന്നേ എടുത്ത വ്ളോഗാണിത്. അതുകൊണ്ട് തന്നെ നയൂന് നേരത്തെ ക്യൂട്ട് ഹെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹെയർ കാണുമ്പോഴേക്കും ഈ ഹെയർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിതിൽ നിന്ന് നല്ല ഹെയർ ഇനി വരുമെന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഹാപ്പി ആയിട്ടിരിക്കാം അല്ലേ. ഇത് ബോൾസ് ആയിരുന്നു കേട്ടോ, നൈസ് ബോൾസ് ആയിരുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ഇതിൽ നിന്ന് അഫോർഡബിൾ റേറ്റ് കിട്ടുന്നത് പാളയത്തായിരുന്നു കേട്ടോ. പാളയത്തും ഓൺലൈനും അഫോർഡബിളായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ തന്നെ വീടിനടുത്തുള്ള ശ്രീകാര്യത്തുള്ള കുറച്ച് ഷോപ്സിൽ നിന്ന് ഞാൻ പ്രോഡക്റ്റ്സ് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടുതലും മറ്റേ ബോൾസ് ആയിരുന്നു കേട്ടോ, റെഡ് ഗോൾഡ് ആ ടൈപ്സ് ബോൾസ് ആയിരുന്നു. ബോൾസ് ഇഷ്ടം പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ട്രീസ് ഉണ്ടായിരുന്നു, ക്രിസ്മസ് കൂടുണ്ടായിരുന്നു. ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഈ അങ്ങനെ എടുത്ത് നോക്കിയതാണ്. പിന്നെ ഹാറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാറ്റ്സ് ഉണ്ടായിരുന്നു. ഹാറ്റും ഇവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഹാറ്റിന് വന്നിട്ട് 99 റുപ്പീസ് ആയിരുന്നു കേട്ടോ മേടിച്ചതിന് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ പ്രോഡക്റ്റ്സ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും മേടിച്ചില്ല. പിന്നെ ഈ ക്രിസ്മസ് അപ്പൂനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും 899 900 ആ റേഞ്ച് എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ നല്ല താടിയുള്ള ക്രിസ്മസ് അപ്പൂപ്പനെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് മ്യൂസിക് ഇടുമ്പോഴത്തേക്കും ഈ ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറ്റേ ക്രിസ്മസ് അപ്പൂപ്പനാണെങ്കിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടമായത്. ബേബിയെ കാണിച്ചപ്പോൾ ബേബിയും ചൂസ് ചെയ്തത് അതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല താടി വന്നാലും താടിയെല്ലാം അങ്ങോട്ട് ബേബി കടിച്ചെടുക്കും. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു അത് തന്നെ എടുക്കാം, നന്നായിട്ട് ഇങ്ങനെ നിന്ന് കളിക്കുന്ന ക്രിസ്മസ് അപ്പൂനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ അത് ചൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും താഴെ ഇരിക്കുന്നുണ്ടോ, അതും വേറൊരു പാറ്റേൺ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോഴും ഈ ഒരു റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസ് ഓർമ്മകളായിട്ട് പറയാനായിട്ട് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം വരെ പുൽക്കൂട് സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്കൊരു കുഞ്ഞു ട്രീ ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആ കുഞ്ഞു ട്രീ നമ്മൾ പുൽക്കൂടിൻ്റെ സൈഡിലായിട്ട് വെക്കുമായിരുന്നു. അപ്പോൾ പുൽക്കൂട് ഇതുവരെയും നമ്മൾ മേടിച്ചിട്ടില്ല, ഇപ്രാവശ്യം മേടിച്ചിട്ടില്ല. പുൽക്കൂട് നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ തടിയും വൈക്കോലും ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്ന പുൽക്കൂടാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യവും മേടിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നമ്മൾ തന്നെ ചെയ്ത പുൽക്കൂടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു, സ്റ്റാർസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന്, ആ ഹാറ്റ് നോക്കുന്നത് കേട്ടോ അമ്മ ഇതിപ്പോൾ. അങ്ങനെ അതിൽ നിന്ന് മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി 2 സ്റ്റാറൊക്കെ വരുന്ന ഒരു ഹാറ്റ് എടുത്തു ബേബിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സൈസ് ചെറുത് വേണമായിരുന്നല്ലോ, അതാ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ. പിന്നെ ഒത്തിരി ട്രീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ വൈറ്റ് ട്രീ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ മഞ്ഞ് വീണ് കിടക്കുന്ന പോലത്തെ ട്രീ ആയിരുന്നു അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ നിന്ന് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഹൈപ്പറിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സാണ് മേടിക്കാനുണ്ടായിരുന്നത്.
അങ്ങനെ ഹൈപ്പറിൽ നിന്ന് മേടിക്കാനുള്ളതെല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ വന്നപ്പോഴത്തേക്കും ഈ ഐസ്ക്രീം കണ്ടു കേട്ടോ. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടെങ്കിലും ഈ പനിയും കാരണങ്ങളും ഇപ്പോഴും എൻ്റെ ത്രോട്ടൊന്നും ഓക്കെയല്ല കേട്ടോ. നിങ്ങൾ പഴനിയുടെ സെക്കൻഡ് വ്ലോഗ് വരുമ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വോയിസ് കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീം കണ്ട സമയത്ത് എനിക്ക് ആ ടൈമിലും എനിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറച്ച് കൂടുതലാട്ടോ. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു പനി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അമ്മ അച്ഛനൊന്നും ഇത് കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവരെങ്കിലും കഴിച്ചുള്ളൊരു എക്സ്പീരിയൻസ് കാണാനായിട്ട്, പിന്നെ ഇത് ഈ മേക്ക് ചെയ്ത് വരുന്ന കാണാൻ നല്ല രസം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിത് മേടിക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നതാട്ടോ. ഇങ്ങനെ ഇത് റോൾ ചെയ്തെടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ, കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. 4 റോൾസാണ് വരുന്നത്. അത് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നല്ല ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെയും കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചില്ല. അനിയും ഒരു ഇച്ചിരി കഴിച്ചോളൂ, അച്ഛനും അമ്മയും കഴിച്ചു. അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു, സോ അവർ കഴിച്ചു. നൈവു ബേബിക്കും പിന്നെ ഒരുപാട് സ്വീറ്റ്സ് ഒന്നും നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല. 1 വയസ്സായിപ്പോൾ, പക്ഷേ സ്വീറ്റ്സ് ഒന്നും അധികം കൊടുത്തു തുടങ്ങാത്തതുകൊണ്ട് നൈവിന് കൊടുത്തില്ല. പിന്നെ തണുപ്പും കൂടെ അല്ലേ, അതുകൊണ്ട് കൊടുത്തില്ല കേട്ടോ. പക്ഷെ നോക്കുന്നുണ്ടായിരുന്നു ആൾ ഭയങ്കരമായിട്ട്. പിന്നെ ഇപ്പോൾ എന്ത് ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന കണ്ടാലും വേണം വേണം എന്നൊരു ഇതുണ്ട്. നമ്മൾ എന്ത് കഴിച്ചാലും വന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു 1 ഇയർ ആയില്ലേ. ഇപ്പോൾ ചോറ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ചായിട്ട് കഴിക്കുന്നുണ്ട്. ഇതായിരുന്നു കേട്ടോ ഐസ്ക്രീം. നൈസായിരുന്നു കാണാനും, നൈസായിരുന്നു. ടോപ്പിങ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മ ബേബിക്കും കൂടെ ഷേക്കൻ്റെ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ ബേബി പേടിപ്പിച്ചിട്ടാണ് പോയി. കുഞ്ഞു പിള്ളേരായിട്ടോ കരോളമായിട്ട് വന്നത്. പള്ളിയിൽ നിന്ന് വന്നതല്ല, അല്ലാതെ വന്നതാണ്. അതിനുശേഷം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗാർലൻഡ് വന്നിട്ട് ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആമസോണിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതിൽ നിന്ന് വേണമെന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്യുക. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, ഇത് കിട്ടാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഗാർലൻഡ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ സത്യം മനസ്സിലായത്. നൈവു ബേബി ഗാർലൻഡ് കണ്ടതിന് ശേഷം സ്റ്റെപ്പ് കയറുന്നുണ്ട് എന്നുള്ളത്. അവസാനം പിന്നെ നമുക്ക് ആ സ്റ്റെപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ആ ഗാർലൻഡ് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ആക്ച്വലി നമ്മളിത് അഴിച്ചിട്ട് പോലെ ഹാളിൻ്റെ സെൻറ്ററിൽ കൊടുത്തു നോക്കി, പക്ഷേ അത് രസമില്ലായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ക്ലോസ് ചെയ്തിട്ട് അവിടെ കൊടുത്തു കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്.
പുറത്തായിരുന്നു പുൽക്കൂട് ഒരു കുട്ടി ട്രീയും വെച്ചിരുന്നത്. അതുപോലെ തന്നെ അകത്ത് വെച്ചിരുന്ന ട്രീ നമ്മൾ തന്നെ മേക്ക് ചെയ്തതായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ ആ ഒരു നമുക്ക് ഗ്ലിറ്ററി പോലത്തെ നീളത്തിലുള്ളൊരു സ്ട്രിങ് കിട്ടുമല്ലോ, ഗ്രീൻ കളർ, അതിൻ്റെ ചെറുത് മേടിച്ചിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ താഴെ ഒരു ബക്കറ്റ് പോലത്തെ സാധനം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കമ്പ് കൊടുത്തിട്ട് ഒരു കയറ് വെച്ച് ചുറ്റിയതിന് ശേഷം ഈ ഒരു ഗാർലൻഡ് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് അകത്തിരുന്ന ആ ട്രീ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ആ ബോ പോലത്തെ ഇത് പൂവ്, പിന്നെ സ്റ്റെപ്പിൽ വെച്ചേക്കുന്ന ഗാർലൻഡ് എല്ലാം നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. കർട്ടൻ്റെ മേലെ ഇരിക്കുന്നതൊക്കെ ഷോപ്പിൽ പോയിട്ട് തന്നെ, ഞാൻ പറഞ്ഞില്ല വീടിനടുത്ത ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ മറ്റേ ബോൾസൊക്കെ ഉണ്ടല്ലോ, ആ ബോൾസ് കുറച്ച് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കുറച്ച് ലുലു പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഡെക്കോർ ചെയ്തേക്കുന്നത്. ഈ ടേബിൾ മാറ്റ് ഉണ്ടല്ലോ, ടേബിൾ മാറ്റും ഈ ഡെക്കോർ പീസും കൂടി ഞാൻ ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുൽക്കൂടും ഒരു സ്റ്റാർ ഇടും, പിന്നെ ഒരു കുഞ്ഞ് ട്രീയും വെക്കുമായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്രയൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന കേട്ടോ ക്രിസ്മസിന്. പിന്നെ ഡെക്കോറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ നൈസായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഡെക്കോറിൽ നമ്മൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. ഇത് പ്ലം കേക്ക് തന്തുവിൻ്റെ അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ആദ്യം നമ്മൾ പ്ലം കേക്ക് കട്ട് ചെയ്ത കേട്ടോ. കേക്ക് വേൾഡിൽ നിന്നാണ് പ്ലം കേക്ക് മേടിച്ചത്. നല്ല കേക്കായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. നമ്മൾ നോർമൽ പ്ലം കേക്ക്സിനെക്കാട്ടിലും നല്ല സോഫ്റ്റും ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ എങ്ങനെയാണോ ഡെക്കോർ വിചാരിച്ചത് അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റി. നൈവിൻ്റെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷോപ്പിൽ തന്നെ കയറി ഡെക്കോറേറ്റ് എല്ലാം കൂടെ മേടിച്ചിട്ടിറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും അല്ലേ. അപ്പോൾ ഓൺലൈനും പിന്നെ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി ഒന്ന് നോക്കി അഫോർഡബിൾ റേറ്റ് ഉള്ളത് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഹാൻഡ് പിക്ഡായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഡെക്കോർ ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അല്ലാതെ നമ്മൾ ഷോപ്പിൽ മാത്രം പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഈ ഫ്ലവർ, ഈ റിബൺ പോലത്തത്, അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും എനിക്ക് ഷോപ്പിൽ പോയി നോക്കിയിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഞാനത് ഓൺലൈൻ കൂടി പർച്ചേസ് ചെയ്ത്. ഓൺലൈൻ കുറച്ച് അഫോർഡബിളും കൂടെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഈ ട്രീ ആണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്തെടുത്ത ട്രീ ആണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ ആ റീത്ത് ലാസ്റ്റ് ഇയർ ഞാൻ മേടിച്ചതാണ്. ലാസ്റ്റ് ഇയർ അത് ഡോറിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത്. പക്ഷേ ഡോറിൻ്റെ ഫ്രണ്ടിൽ കാറ്റടിച്ചിട്ട് പെട്ടെന്ന് താഴെ വീഴുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം അത് ഹോളിലോട്ട് മാറ്റിയത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചു. ഇതായിരുന്നു സെക്കൻഡ് കേക്ക് കേട്ടോ. പിന്നെ വൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വൈനൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോയത്. അതിന് ശേഷം നമ്മൾ ഒരു ഔട്ടിങ് പോലെ ചർച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ലൈറ്റ്സൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്താൽ വ്ളോഗ് ലോങ് ആയിപ്പോൾ അത് അടുത്ത വ്ളോഗായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ക്രിസ്മസ് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കീപ് വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.